പാട്ടിന്റെ പനിനീരായി പെയ്തിറങ്ങിയ കൊച്ചുഗായകർ അവരുടെ പ്രിയവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. സ്വരസർഗവിരുന്നിൽ പാട്ട് ചന്തം പകർന്ന തൃശ്ശൂരിന്റെ സ്വന്തം പാട്ടുകാരി സനിക കുട്ടിയെത്തുന്നു. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. മക്കൾക്ക് സുഖമാണോ? സുഖം സർ. അല്ലല്ല, അസുഖമൊക്കെ മാറിയോ? അതാ വേണ്ടത്. മക്കളെ കൊള്ളാം, ബ്യൂട്ടിഫുൾ, കാണാൻ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഏതാ പാടുന്ന മക്കള്? പെർഫോമൻസ് റൗണ്ടില് മഞ്ഞു പേണ് മരം കുളിരാണ്. പറഞ്ഞോ. മ്യൂസിക് ചെയ്തത് വിദ്യാസാഗർ, വിദ്യാസാഗർ സർ, എഴുതിയത് എസ് രമേശൻ നായർ സർ, പാടിയത് സുജാത മാം. സുജാത മോഹൻ സാർ. സുജാത മാം അല്ല, മോഹൻ ആണല്ലേ? അപ്പൊ അങ്ങനല്ലേ പറയണ്ടേ? സുജാത മോഹൻ സാർ. ഇപ്പൊ ബിന്നി കൃഷ്ണകുമാർ എന്നല്ലേ? ബിന്നി കൃഷ്ണകുമാർ സാർ അങ്ങനെ അല്ലേ? ബിന്നി മാഡം. ലേഖ MG ശ്രീകുമാർ സാർ. സീതാ ശരത് സാർ സംസാരിക്കുന്നു. മക്കളെ, നല്ല ഉഗ്രം പാട്ടാടാ. ഓക്കെ സർ. മോളെ, ഈ പാട്ടിനൊരു ഗ്രൂവ് ഉണ്ട് കേട്ടോ. അതായത് അത് കേട്ടാൽ തന്നെ ആൾക്കാർക്കൊരു പെപ്പി ഫീലുണ്ട്. അപ്പം വലിച്ചു കളയരുത്. മഞ്ഞ പയ്യന് ആ സംഗതി ഉണ്ടല്ലോ, അങ്ങനെ എടുക്കരുത്. ആ സംഗതി ഇതിനകത്ത് തന്നെ വരണം ടെമ്പോയിൽ. ഓക്കെ, ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഗോഡ് ബ്ലസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു. മകരമാസ പിന്നെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ, കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ, കൂവളത്തിനു കണ്ണു പത്താൻ വാ. കണ്ണൻ വന്നിത്തും നേരം കണ്ണിൽ കടലിന്റെ താളം, ഇരവാം പൈന്റെ പാഴോ മധുര പൂന്തേ മകരമാസ പിന്നെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ, കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ, കൂവളത്തിനു കണ്ണു പൊത്താൻ വാ. മകരമാസ പിന്നെ മലയിറങ്ങി പുഴയിൽ മുങ്ങിവാ, കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ, കൂവളത്തിന് കണ്ണു പൊത്താൻ വാ.
കുറി തെളിഞ്ഞ് തോഴി നിന്നെ കാണാൻ പൂക്കാലം വന്നു. അണിയണിയായി അരയന്ന കൂട്ടം ഈ കാൽച്ചുവട്ടിൽ നടപടിക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിരനിരയായി പയ്യുകളെല്ലാം ആ കാമുകന്റെ കുഴൽ വിളി കാതോർത്തു നിൽക്കുമ്പോൾ ഇനിയും അവൻ വൈകാതിന്റെ ഇതൾ മിഴിയും വാടാതിന്റെ ഇല്ലത്തമ്മി പൊല്ലാപ്പവല്ലേ. മഞ്ഞു പെയ്യണ ഭരം കുളിരണ ഭകരമാസ പിന്നെ മലയിറങ്ങി പുഴയിൽ മുങ്ങി വാ. കുഞ്ഞു നെഞ്ചിലി കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ കൂവളത്തിനു കണ്ണു പൊത്താൻ വാ. കണ്ണൻ വന്നിത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം പൈന്റെ പാലോ മധുരപ്പൂന്തേൻ നീലാവോ നിറനിറയണ പദപദയണ കാത്തിരിക്കും നെഞ്ചിൽ. സൂപ്പർ. ബ്യൂട്ടിഫുൾ സൂപ്പർ സൂപ്പർ. നൈസ്. സനിക, എന്തോ സർ? നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി പാട്ട് നല്ലൊരു പാട്ടാണ്. സെലക്ഷൻ ഈസ് ഗുഡ്. എന്താണ് വിദ്യാജിയുടെ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. കൊള്ളാം. ഓർക്കസ്ട്രേഷൻ വിൽ ബി നൈസ്. അതുപോലെ തന്നെ പാട്ട് രസമായിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഗ്രൂവ് അതിനകത്തുനിന്ന് മോളിങ്ങനെ വിടുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യമേ ഞാനൊരു സൂചന തന്നത്. ആ താരി താരി നീ താരി അത് മോൾ എന്തിനാ അത്ര വലിക്കുന്നേ? അതിനകത്ത് കൊണ്ടുവരാമല്ലോ. പിന്നെയും വലിക്കുന്ന എന്തിനാ? അതുപോലെ തന്നെ പലയിടത്തും കടലിൻ്റെ താളം, വിൽക്കും കാറ്റ്, പാലോ മധുരപ്പൂവായി ഇവിടെ എല്ലാം വലിക്കുന്നുണ്ട്. പിന്നെ കാലം കരകവിയും ആ അനുപല്ലയിലുള്ളത് അത് കുറച്ച് വിട്ടു. എന്ന് എഴുതി ഒന്ന് പാടിക്ക്. കണ്ണെഴുതി പൊട്ടു തൊട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ടാൽ കള്ളനെയും കാത്തിരുന്നാൽ കാലം കരകവിയും കാലം 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 കരകവിയും കാളിന്തി പോലെ അവിടെ വലിക്കരുത്. കാളന്തി പോലെ കാലം കരകവിയും കാളിന്തി പോലെ കൈ നിറയെ വളയണിഞ്ഞാൽ കാലിൽ കൊലുസണിഞ്ഞാൽ കാതിൽ സരിഗമയൊരു പാൽപ്പുഴ പോലെ പുലരി മഞ്ഞിൽ സൂര്യകാന്തികൾ കൈമാറ്റു തന്ന പുടവ ചുറ്റി ഉടൽ പൊതിയുമ്പോൾ അണിവിളക്കിൻ തങ്കനാളമായി നിൻ മുന്നിൽ നിന്നു പുറനിറഞ്ഞു വന്നു നിൽക്കുമ്പോൾ മറുപടി നീ ചൊല്ലാത്തിന്റെ മണിമുകിലെ പ്രിയാത്തിന്റെ പെണ്ണിനെ കണ്ടാക്കൊള്ളൂലേ. മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പിന്നെ മലയിറങ്ങി പുഴയിൽ മുങ്ങി വാ. നെക്സ്റ്റ് കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുളിരു വിൽക്കും കാറ്റേ പൂവളത്തിനു കണ്ണു പൊത്താൻ വാ. അടുത്ത കണ്ണൻ വന്നിത്തും നേരം കണ്ണിൽ കടലിന്റെ താളം ഇരവാം പൈന്റെ പാലോ മധുരപ്പൂന്തേൻ നീലാവോ നിറനിറയണ പദപദയണ കാത്തിരിക്കും നെഞ്ചിൽ. തക്ക് തക്കിട തക്ക് തക്കിട തക്ക് തക്കിട ഇങ്ങനെ കിടക്കണം. ഇപ്പൊ എന്ത് ചെയ്തു മോള്? ഒന്നും കൂടി ഒരു ഇതിൽ ആദ്യമേ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്റ്റൈൽ. ഇങ്ങനെ പാടിയിരുന്നത് ഒന്നുകൂടെ നന്നായിരുന്നേനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ ഇത് നല്ല രസമുള്ള നല്ലൊരു ഓളമുള്ള പാട്ടാണ്. കാലം കരവേ മോള് ആ ഈ ടെമ്പോയിൽ വരാതിരിക്കുന്നത് കാര്യം ഇതുപോലുള്ള ഒരു പാട്ടാകുമ്പോൾ ഒരു പെപ്പി നമ്പർ ആകുമ്പം അത് കൃത്യമായിട്ട് അങ്ങോട്ട് സമം വരണമെങ്കിൽ സമം അങ്ങ് ഒട്ടിച്ചങ്ങോട്ട് വന്നാലേ അതിനൊരു ഗ്രിപ്പ് ഇതിന്റെ എല്ലാത്തിനും എൻഡിൽ മോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. വലിച്ച് നീട്ടിയിട്ട് അത് ഞാനത് ആലോചിച്ചു എന്തിനാണ് ഇങ്ങനെ വലിച്ചൊരു അവസാനം അവിടെ സ്ഥലവുമില്ല. അപ്പോൾ ഒടുക്കത്തെ ഒരു കംപ്രഷൻ നടത്തിയിട്ട് മോള് പാടുമ്പോൾ അതിനൊരു സുഖം വരുന്നതുമില്ല. അതാണ്, വേറൊന്നുമില്ല. കാര്യം ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുക ഇത് എന്തോന്ന് പാട്ട് ചുമ്മാ ഈസിയായിട്ട് അങ്ങനെയല്ല, ഇത് മെനക്കേട ഇത് പാടാൻ. ചില പാട്ട് നമ്മൾ കേൾക്കുമ്പോഴേ സിമ്പിളാണ് തോന്നുന്നു, പാടി കട്ടയും പടവും മടയും പോകും. അങ്ങനെ അട്ടയും പടവും മടക്കി വെച്ച ഒരു പാട്ടാണിത്. അപ്പം അത് മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് മോളെ. പക്ഷേ നമ്മൾ ഈ ആ ഫിനാലെ എന്നുള്ള ഒരു ഐറ്റം ഇത് ആ മൂലയ്ക്കുണ്ട്. അതവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്കിത് കുഞ്ഞുങ്ങൾ കുറേയും കൂടെ നന്നാക്കാമായിരുന്നല്ലോ തോന്നലുള്ളതുകൊണ്ടാണ് മോളതിന് കേപ്പബിൾ ആയതുകൊണ്ടാണ് പറയുന്നത്.
കേട്ടോ. അത് ശരിയായിക്കൊള്ളു മക്കളെ. ഓക്കെ പഠിച്ച് നല്ല ഉഗ്രം പാട്ടുകാരിയാണ് കുഞ്ഞ്, അതിലൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ മക്കൾ ഇതൊക്കെയാണ് ഈ പാട്ടിൻ്റെ ഒരു ഗും. അപ്പോൾ ആ ഗുമ്മേരിയൊക്കെ കുറച്ചും കൂടെ ശരിയാക്കണം കേട്ടോ. അത് പ്രധാനമായിട്ടും ഒരു ലൈനിൽ തന്നെ 2 തവണ മിസ്റ്റേക്ക് വരരുത്. ഒരു തവണ നമുക്ക് ക്ഷമിക്കാം. അപ്പോൾ പിന്നെ ഇരവാപ്പൈ അവിടെ വന്നപ്പോഴും അത് ചളക്കമാണെങ്കിൽ അത് നോക്കണം മക്കൾ കേട്ടോ. അത്രയുള്ള എന്തൊക്കെയാണ് മീനാക്ഷി ഒന്ന് ഇളക്കി മറിച്ചതിന് താങ്ക് യു സോ മച്ച്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല മോളെ. അത് നന്ദി എന്നും കാണും എനിക്ക്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നന്നായിട്ട് പാടി കേട്ടോ. പല ഭാഗങ്ങളും രസമുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു മോള് പാടിയത്. എനിക്ക് തോന്നിയത് മോള് കംപ്രസ് ചെയ്താണ് എപ്പോഴും ഫുൾ സോങ് പാടുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ പാട്ടൊക്കെ ഒതുക്കേണ്ട സ്ഥലത്ത് മാത്രം ഒതുക്കിയാൽ മതി. അപ്പോൾ ഇപ്പോഴും അത് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ ആ കറക്റ്റ് ഗ്രൂവിൽ പാടണം, അപ്പോഴാണ് ആ അത് ഒരു ജോഷ് ഫീൽ ചെയ്യുള്ളൂ, ഒരു എനർജി കേട്ടോ. അപ്പോൾ പാടിപ്പിച്ചില്ല നേരത്തെ. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ, താങ്ക് യു. സനിക, എന്തോ ഇപ്പം എൻ്റെ അടുത്ത് ഈ ടോപ്പ് സിംഗർ സീസൺ 4 ഏറ്റവും ഇഷ്ടമുള്ളൊരു സൗണ്ട് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ കണ്ണടച്ച് തപ്പി തേടി പറയും സനികാന്ന് പറയും. നല്ല ഒരു ശബ്ദം, മനോഹരമായ ആ ശബ്ദ സൗകുമാരിത, അതപ്പം യൂസ് ചെയ്യണം ഇങ്ങനത്തെ പാട്ടിന്. ഒരു കുഴപ്പമില്ല, കുറച്ചുകൂടെ നല്ല എനർജറ്റിക് ആയിട്ട് പാടി നിർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. മോളുടെ ആ മെലഡിക് സ്ട്രക്ചറും അതെല്ലാം മോൾക്കത് ഉണ്ടാവും. ചിലർ പേടിക്കും ഇങ്ങനത്തെ പാട്ടുകൾ നമ്മൾ ഒത്തിരി ഓപ്പൺ അല്ലെങ്കിൽ ഇങ്ങനെ പാടിയാൽ നമുക്ക് അതിനെന്തെങ്കിലും കുഴപ്പം വരും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മോളെ. കാരണം ഇത് ഇടയ്ക്കല്ലേ നിങ്ങൾ ഇങ്ങനത്തെ പാട്ടെടുക്കണത്. ഒരു എനർജിയാണ് നമ്മൾ കുറച്ചുകൂടെ ഒരു പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് കറക്റ്റ് ആ ഒരു താളത്തിൽ റിതമിൽ പോകുന്നത്. മോൾ ആക്ച്വലി ഞാൻ സനിക ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ട്, മോൾക്ക് നല്ല അക്ഷരസ്ഫുടതയുള്ള ഒരു കുട്ടിയാണ്. നന്നായിട്ട് അക്ഷരങ്ങൾ പെറുക്കി പറയണം. എനിക്ക് തോന്നുന്നു ഇത് ഇത്രയും വേർഡ്സ് ഉള്ളത് കൊണ്ട് അല്ലേ ആ ഒരു ഇതിൽ ഇടയ്ക്കൊന്ന് കംപ്രസ് ചെയ്തപ്പോൾ പോയതായിരിക്കും. പക്ഷേ മോൾ നന്നായിട്ട് അത് പറയണം, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തുകൂടിയ ഒരാളാണ് ആര്, നമ്മുടെ സനിക. താങ്ക് യു കേട്ടോ. പിന്നെ മകരമാസ പെണ്ണേന്ന് പറയുന്ന ആ പെണ്ണെ പോർഷൻ ബാക്കി എനിക്ക് ഇഷ്ടമായി നല്ല. കാരണം ഇത്രയും ഒരു ഡാൻസേഴ്സും അവരുടെ പ്രോപ്പർട്ടീസും എല്ലാം കൂടെ നല്ല നല്ല രസമായിരുന്നു. ഇടയ്ക്ക് അത് ആ കുടിലിന്ന് ഇറങ്ങി വരണമെന്നൊക്കെ നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും അവിടുന്ന് അത് നല്ലൊരു രസമായിരുന്നു കാണുമ്പോൾ. നല്ല പിക്ചറൈസേഷൻ വണ്ടർഫുൾ ആയിരിക്കും. ഓക്കെ അപ്പാ, ഓക്കെ God bless you. താങ്ക് യു സോ മച്ച്. വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആടി ഒരു വിദ്യാജി പൂക്കുറ്റി. സനിക മോൾ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്വരസുന്ദര വേദിയിലേക്ക് കോഴിക്കോട് നിന്നും നമ്മുടെ ശ്രീദർശ് കുട്ടനെത്താണ്. വെൽക്കം ശ്രീദർശ് ഓൺ സ്റ്റേജ്. സ്റ്റേജിൽ കയറുന്ന Hello. സ്റ്റേജിൽ കയറി അവൻ ചൊറി അങ്ങ് തുടങ്ങും. ഹായ് മക്കളെ, ഹായ് സീതാ. സുഖാണോ? ഹായ് ഹായ്. സുഖം തന്നെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? പറഞ്ഞാ കൊള്ളാൻ. ശ്രീദർശേ, മോനോടൊരു ക്വസ്റ്റ്യൻ. എന്താ ഇത്? വേറെ ആരും മിണ്ടരുത്. മോനോടൊരു ക്വസ്റ്റ്യൻ ശരി, എന്താ ചോദിക്കട്ടെ. ചോദിക്കട്ടെ? കേരളത്തിലുണ്ട്, കാശ്മീരിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലില്ല. കൈ നോക്കി കെ ആണോ? Fantastic ആണ്, മക്കളെ അടിപൊളി. വെരി ഗുഡ് വെരി ഗുഡ് മനെ. ഏതാ പാട്ട്? ഒന്ന് തൊടാനുള്ളിൽ. ആരെ? അമ്മേന. ആ, അമ്മേനെ. അതാ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ബാക്കി കൂടി പറഞ്ഞോ. സിനിമ ഉം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. മ്യൂസിക് ജോൺസൺ മാസ്റ്റർ. ഓക്കെ എഴുതിയത് കൈതപ്രം സാർ. ഓക്കെ, പാടിയത് പി ജയചന്ദ്രൻ സാർ. വെരി ഗുഡ്. വെരി ഗുഡ്. വർഷം? ഞാൻ സിനിമ ഉണ്ട്, പക്ഷെ അറിയില്ല. സിനിമ കണ്ടോ നീ? പകുതി. അപ്പൊ ബാക്കി എന്താ കാണാതിരുന്നത്? പാവം ജയറാം. എന്താ മുഴുവൻ കാണാത്തെ? പകുതി കണ്ടപ്പോഴേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. അത് ശരി, എന്നിട്ടാണ് നല്ല പടാന്നൊക്കെ പറഞ്ഞു. അല്ല, അടിപൊളി സിനിമ. ചുമ്മാ ചിലര് സിനിമ റിവ്യൂ പറയുന്ന പോലെ സിനിമ ഒന്ന് കാണാം. നന്നായിട്ട് പാട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. ഒന്നു തൊടാനുള്ളിൽ തീരാ
മക്കളെ ഇനി എന്നൊക്കെ പാടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കളിഞ്ചില്ലേ? എല്ലാം കഴിഞ്ഞു. അസലായിട്ട് പാടി. താങ്ക് യു സാർ. ഒരു മെയിൻ പാർട്ടുകളെല്ലാം തന്നെ അതിമനോഹരമായിട്ട് മോൻ പാടി. താങ്ക് യു സാർ. പിന്നെ ചില സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ അനുപല്ലയുടെ ചരണത്തിന്റെ എൻഡില് അതെ, ഞാൻ പാടി വരുമ്പോൾ ആ വരി അങ്ങ് കട്ടായിട്ട് പിന്നെ പോകുന്നു. അത് അങ്ങനെ അല്ലാതെ വേണേ എടുക്കാമായിരുന്നു മോന്. ബാക്കി പോർഷനൊക്കെ കാരണം നീ വരുന്ന വഴി അതൊക്കെ നല്ല രസമായിട്ട് കുറേ സ്ഥലങ്ങൾ പാടി കേട്ടോ. പല്ലവി ഉണ്ടായിരുന്നു. പക്ഷെ മോൻ ഈ മോഹം, തീരാമോഹം എന്ന് പറയുന്നേ അങ്ങോട്ട് ഒരു മോഹം തീർന്നിട്ടില്ലേ? ഒന്ന് പാടിക്കേ. ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, തീരാ തീരാമോഹം, തീരാമോഹം, ഒന്നു മിണ്ടാൻ. കറക്റ്റ്, ഇത്രയും തന്നെ. ഈ പോർഷൻ രണ്ട് സ്ഥലത്തും മോൻ ആ തീരാമോഹം വരുമ്പോഴത്തേക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ബാക്കി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നെ പ്രത്യേകിച്ച് ചരണത്തിൽ ഏതോ ഒരു വരിക്ക് ഭയങ്കര ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ നീ. അതെ അതെ, അതേത് കവിളിൽ കുറച്ചങ്ങോട്ട് അനുഭവിച്ചാണ്. അനുഭവിച്ചു പാടി. ഓ ആരെ ഓർത്തിട്ട് അമ്മ എന്നോട് പറയാൻ ഇനി ആരേലും ഒന്ന് വിചാരിച്ച് പാടുക. അനുഭവിച്ച് പാടി, നല്ല അമ്മയാണല്ലോ. അനുഭവിച്ചൊന്നൊക്കെ പാടി കേൾക്കട്ടെ ഒന്നുകൂടി. നല്ല അമ്മയാട്ടോ. ഇങ്ങനൊരു അമ്മ എനിക്കുണ്ടായിരുന്നേ കൊള്ളാം. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പുളിയുടെ പടിയാണ്. ഓ അതോ എന്തൊരു വേദനയാന്നല്ലോ. പുലിന്റെ വടി വെച്ച് അടിക്കൂ. അനുഭവിച്ച് പാടിയതൊന്ന് കേൾക്കട്ടെ. തിന്നൽ വന്നു കവിളിൽ തൊടും. ഇതൊന്നും അല്ല, ഭയങ്കര ഇതെല്ലാം ആർട്ടിഫിഷ്യൽ. അപ്പൊ അത് നാച്ചുറൽ ആയിരുന്നു. അപ്പൊ നാച്ചുറൽ ആയിട്ട് വന്നിരുന്നു. പറഞ്ഞോണ്ട് വന്നേ. ചുരുക്കത്തിൽ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. നല്ല നീ ക്വാർട്ടർ ഫൈനലാണ്, ഫൈനൽ അടുക്കുന്നു എന്നൊരു ചിന്ത വേണം, ചിന്തനീയം ഉണ്ട് നിനക്ക്. അത് നല്ലതാ കേട്ടോ. നടക്കട്ടെ. ശ്രീദർശേ, എന്താ സാർ? മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. അല്ല മക്കളെ, ഞാൻ വേറൊരു കാര്യം നിനക്കൊരു അഡ്വൈസ് പറയുന്നത്, നമ്മൾ ഈ ആവശ്യമില്ലാതെ ഈ ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതുക എന്ന് പറയും. എന്താ ചത്ത കുഞ്ഞിന്റെ ജാതകം എഴുതിയൊരു കാര്യമുണ്ടോ? കൊണ്ടോ? ആരാ ചത്തേന്ന്? എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. പണ്ട് ഞങ്ങളെ വീട്ടിൽ കോഴിക്കുട്ടികളും ആടുമൊക്കെ ഉണ്ടായിന്. കോഴിക്കുട്ടികളെ തുറന്ന് ഇങ്ങനെ നടക്കുക, വെറ്റുകൾ പാഞ്ഞു പോയി. പ്രാപ്പിടി എന്ന് പറഞ്ഞതില്ലേ, അത് പിടിച്ചു. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെ, ചെരുപ്പിട്ടിട്ടില്ല. അറിയാണ്ട് എന്നോട് കോഴിന്റെ കാലി ചവിട്ടിപ്പോയി. എന്നിട്ട് കോഴി ഇങ്ങനെ പോയി. കോഴി തിരിച്ചൊന്നും പറഞ്ഞില്ലേ? നേരത്തെ നോക്കിയിട്ട് എവിടെ നോക്കിയാടാ നടക്കണ? ഞാൻ എന്നിട്ട് മഞ്ഞപ്പൊടിയൊക്കെ എടേ, ഇവൻ ചുരുക്കത്തിൽ അവന് വിശന്നിട്ട് ഒരു കോഴിയുടെ കാലി ഒട്ടി ഒടിച്ച് അതിനെ പിച്ച് കൊണ്ടുവന്ന് മഞ്ഞൾ തേച്ച് തിന്നു. പെടക്കോയിക്കളെ ആള് കൊല്ലൂല. പെടക്കോയിക്കളെ കൊല്ലൂല. പിന്നെ അതായിട്ട് ആത്മഹത്യ ചെയ്ത് നിന്നായിരുന്നോ? അല്ല, പെടക്കോഴി പ്രസവിക്കണല്ലോ, അതുകൊണ്ടല്ലേ. പ്രസവിക്കോ കോഴി? പ്രസവിക്കോ? ശരി, അതല്ല ഓക്കെ. അപ്പൊ കുഞ്ഞെ മനോഹരമായിട്ട് പാടി. ഇപ്പൊ ആ ഒരു കുഴപ്പം വന്ന ഏരിയ MJ ഞങ്ങൾ പാടിച്ചു, തീരാമോഹം. അതൊരു കൃത്യത വേണം. അതുപോലെ തന്നെ ചരണത്തില് ഈ വികാരം കയറി കഴിഞ്ഞിട്ട് ചുംബനങ്ങൾ അറിയുന്നു ഞാൻ, അത് കുറച്ചും കൂടെ നന്നാവായിരുന്നു മോനെ. അത്രേ ഉള്ളൂ. ബാക്കി അത്രമേൽ നിർമ്മലം അതും കൂടെ ഉണ്ട്. ഞാൻ പറയാം, അത് പിന്നെ കുഴപ്പമില്ല. അതെ, അത്രമേൽ. എനിക്ക് ആടുങ്ങളുണ്ട്, ആടും കുട്ടികളുണ്ട്. പെട്ടെന്ന് പറഞ്ഞു അതിന്റെ കാര്യം ചവിട്ടാൻ. ഞാൻ അതിന് അറ്റുകളൊക്കെ തീറ്റിക്കാൻ കൊണ്ടുപോവാ. അറ്റുകൾ വാല് പിടിച്ച് അറ്റുകൾ അങ്ങനെ കളിക്കും. ആണല്ലേ? അല്ല മക്കളെ, എന്നിട്ട് എത്ര മട്ടൻ ബിരിയാണി കഴിച്ചു? അല്ല, ആടിനെ കൊല്ലൂല. പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട്. അറ്റുകളുടെ വായി എന്താ പശുവിന്റെ വായി ഒരു ദിവസം ഇങ്ങനെ ആടിനെ തീറ്റിക്കാണേ. ഇടയാനോ? ഞാൻ 4 പഠിക്കുമ്പോ ആട് കണ്ടത്ത് അടിയിലുള്ള ഒരു ഇത്ര ഹൈറ്റുള്ള ഒരു കുണ്ടി ചാടി. അത് ചാടിയതാ. ഞാൻ അയ്യോ ചത്തു എന്ന് പറഞ്ഞ് വലിച്ചു കയറ്റി മേലൊക്കെ കഴുത്ത് കുടുങ്ങി പോയി. രക്ഷിക്കാൻ നോക്കിയതാ. അയ്യോ, കയറി പിടിച്ചിട്ട് പൊക്കി. മക്കളെ, ആണാട്ടാണോ? അന്ന് അത് ചെറിയ പെണ്ണായിരുന്നു. കുട്ടി ഉണ്ടായി. 5-8 പിള്ളേരൊക്കെ. 4 ആട്, 2 കുട്ടികള്. ആ, എന്റെ ആട് ഒന്ന് വെറൈറ്റി. ഇനിയെങ്കിലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ശ്രീധര ഷൂട്ടാ, നന്നായിരുന്നു കേട്ടോ പാടിയത്. ഉഗ്രനായിരുന്നു. നല്ല സെലക്ഷൻ. ജോൺസൺ ചേട്ടൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. അതിന് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വളരെ മറ്റേ തീരാമോഹം, അനുപല്ലിക ഇട്ട് വരുന്ന നിർത്തുന്നില്ലേ, പ്രിയംവദേ സംഗതി, അത് ഇത്തിരി സ്ലിപ്പായി. പിന്നെ അതുകൊണ്ട് അനുപല്ലവി സ്റ്റാർട്ട് ചെയ്തില്ലേ, നീ വരുന്ന ആ ബീജ് കഴിഞ്ഞിട്ട് തുടങ്ങിയത് നീ വേറെ ഒരു നോട്ടിലായിരുന്നു തുടങ്ങിയത് കേട്ടോ. കറക്റ്റായിട്ട് തുടങ്ങിയില്ല. കവിളിൽ തൊടുമ്പോഴാണ് അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുക. അത്രയും ആ ഫീൽ ചെയ്ത് പാടിയത്. പിന്നെ രണ്ടാമത് പാടിപ്പിച്ചപ്പോൾ അത് അങ്ങനെ അത്രയും ഫീൽഡ് പാടുന്നില്ല. അതെന്താ അത്?
അതറിയോ? ടേക്കിന്റെ സമയത്ത് നല്ല ഫീൽഡ് പാടിയല്ലോ. ഭാഗ്യം. പിന്നെ അത്രമേൽ അതും ആനുപല്ലൂരി ചരണത്തിൽ അത് പെട്ടെന്ന് ഇങ്ങനെ നിർത്തിയ പോലെ ഫീൽ ചെയ്തു കേട്ടാ. ഇതൊക്കെ തന്നെ. പക്ഷെ പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു പാടിയത്. താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മോനെ ശ്രീധരസൂട്ടാ, നിന്റെ വീട്ടിൽ ഇപ്പൊ ആട്ടുമാമകളുണ്ടോ? ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പോയ തിരിച്ചു വരുമ്പോഴേക്ക് അമ്മമ്മ വിറ്റ്. നിനക്ക് ഇത്രയും ആട് വളർത്തി ആടിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ അറിയാം? അല്ല, എല്ലാരും അങ്ങനെയല്ലേ കരിയ? എന്റെ ഒരു വലിയ ആടുണ്ട്, ഞാൻ അങ്ങനെ അറിയാ. അതേതാണ് റഹ്മാൻ വളർത്തുന്ന നാട്. സത്യം. അത് ഏതാണ്? അതിന്റെ പേരെന്തായിരുന്നു? പൈങ്കിളിയോ? ഇവൻ നേരെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങി ആദ്യം ഇവനെ കാണുമ്പോഴത്തേ കാലത്ത് ഇറങ്ങി ഇവനെ കാണുമ്പോഴാണ് ആ ആട് പുഴുക്കൊക്കെ കാട്ട കൊടുക്കും. മുഴുക്കൊക്കെയാണ് ആടിന് കൊടുക്കണത്. തലേ ദിവസത്തെ പുഴുക്ക്. ചുമ്മാ അല്ല നിന്നെ കണ്ട് അമ്മ എന്ന് പറയുന്നത്. അതെ ഇത് തന്നെ ചേട്ടാ. അമ്മ പഴയ പുഴുക്കം കൊണ്ട് വന്നിട്ടുണ്ട്. അല്ല, അവൻ കാലത്ത് കൃത്യസമയത്ത് അവൻ സമയത്ത് അവൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണ് അമ്മ എങ്ങനെയായിരുന്നു? ബാക്കിയുള്ളൊക്കെ സദാ പോലെ. വളരെ നന്നായിരുന്നു. എനിക്ക് സെക്കൻഡ് ചരണം, അത് ഇപ്പൊ ശരസാറ് പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും തോന്നിയത്. സെക്കൻഡ് ചരണത്തിൽ പ്രത്യേകിച്ച് ചുംബനങ്ങൾ അറിയുന്നു ഞാൻ. ആ ചുംബനത്തിന്റെ അവിടെ ചുംബന, ഓമന, ഇതൊക്കെ ഇത്രയും അത് അമ്മ പറഞ്ഞത് ശരിയാണ്. ആരെങ്കിലും ഒന്ന് വിചാരിച്ച് പാടിയിരുന്നെങ്കിൽ അതും കൂടെ ശരിയായേനെ അല്ലേ? അത് മാത്രമേ തോന്നുള്ളൂ മോന്. ബാക്കി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നല്ല ലാ 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 ലാ, അത് ഗമ പസ് പാ കഴിഞ്ഞ് സായിലേക്ക് വരുമ്പോഴത്തേക്ക് അത്രയും സ്വരങ്ങൾ അവിടെ ഇല്ല. സോ ലാ 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 അതെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് മീൻസ് ആ ശ്രുതിയിലേക്ക് കറക്റ്റ് ആയിട്ട് ചേരാനായിട്ട്. അത് മോൻ അതൊക്കെ നന്നായിട്ട് എടുത്തോട്ടോ. അപ്പൊ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നീ 99 വരെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കുറെ ചില്ലറ തെറ്റുകൾ ഉള്ളതുകൊണ്ട് വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. ബട്ട് അതുകൊണ്ട് വിഷമിക്കരുത്. മോൻ അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. എക്സ്പ്രഷനൊക്കെ വെരി ഗുഡ്. സോ ആടിയൊരു താങ്ക് യു സാർ. പറഞ്ഞിട്ട് പോയിക്കോടാ. പാട്ടിന്റെ പൊന്നല വിരിയിച്ച കുഞ്ഞു ഗായിക നമ്മുടെ നക്ഷത്രക്കുട്ടി എത്തുന്നു. വെൽക്കം നക്ഷത്ര ഓൺ സ്റ്റേജ്. ഹലോ. ഭയങ്കര സ്മാർട്ട് ആയിട്ടാണുള്ള മരണം എപ്പോഴാണോ അടിച്ചാ വരുന്നത്? അതെ അതെ. മക്കളെ എവിടെ പോകുന്നത്? വായു ഗുളിക മേടിക്കാൻ പോകുന്ന മോളെ ഏത് പാട്ടാ പാടുന്നേ? ചാഞ്ചാടി അടി ഉറങ്ങി. ഓ മറ്റേ ഉണങ്ങി നീന്ന് പാട്ടതാണ്. പിന്നെ അതായത് ഞാൻ ഫീമെയിൽ വേർഷൻ ആണ് പഠിച്ചത്. ഗായത്രി ഗായത്രി Okay. അശോകൻ. നല്ലൊരു പാട്ട്. നല്ല പാട്ട് കേട്ടാലോ? ഓക്കെ മക്കളെ. ഓക്കേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. ആരീരോ ആരീരോ ആരീരിരാരോ ആരീരോ ആരീരോ ആരീരിരാരോ
വെരി ആ, ഗുഡ് very good, very good. Superb. വെരി ഗുഡ് Very good, very good. നക്ഷത്രക്കുട്ടി എന്തോ നന്നായിരുന്നു കേട്ടാ. Thank you, sir. സൂപ്പറായിട്ട് പാടി. സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. എന്താണോ പാട്ടിനകത്തുള്ള സംഗതികളൊക്കെ അതുപോലെ തന്നെ മോള് റിപ്പീറ്റ് ചെയ്തു. വേറൊന്നുമല്ല, ചിലപ്പോൾ നമ്മൾ ഒരു 5-8 സംഗതി ഉള്ളപ്പോൾ 2-3 മറന്നു പോകും. പക്ഷെ ഇതെല്ലാം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. ഒരു ഒറ്റ സ്ഥലം മാത്രം, ആ തുണ്ടുപല്ലവിയിലെ ചരിഞ്ഞാടി ആടി, ആ ഒരു സ്ഥലത്താണ് കുറച്ചൊരു സ്ലിപ്പ് വന്നത്. അത് രണ്ടാമതും മൂന്നാമതും പാടിയപ്പോൾ ഒക്കെ നന്നായിരുന്നു. പക്ഷേ നമ്മൾ കോമ്പറ്റീഷനിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം പോയത് തന്നെ അല്ലേ, വളരെ നന്നായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ ടോപ്പ് ബാൻഡ് എത്ര അതിമനോഹരം കേട്ടോ, ഒരു രക്ഷയില്ല. എല്ലാവരും അതിമനോഹരമായിരുന്നു. കാരണം അതിൻ്റെ ബാക്കപ്പാണ് നമ്മളെ കൊണ്ട് പാടിക്കുന്നത്. ആ ബാക്കപ്പ് അങ്ങ് മാറ്റിയിട്ടൊന്ന് പാടി നോക്ക്, കഷ്ടപ്പെടും. മൂക്ക് ശിക്ഷ ഇണ്ണാന്ന് വരയ്ക്കും അതിൻ്റെ ലാസ്റ്റിലുള്ള ബാക്കപ്പ് ഇല്ലെങ്കിൽ. മനോഹരമായിരുന്നു അവിടെ. Thank you, sir. രമേശ് നാരായണൻ്റെ ഒരു നല്ലൊരു പാട്ട്, കൈതപ്രം സാങ്. ഗുഡ്. താങ്ക് യു സർ. മക്കളെ എന്തോ നന്നായിട്ട് പാടി, താങ്ക് യു സർ. നന്നായിട്ട് പാടി. നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ടല്ലേ, നല്ല മനോഹരമായിട്ടുള്ള ഒരു കോമ്പസിഷൻ മോളെ നഗ്ഗുരായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് ആകെ തോന്നിയത് മോളെ ഈ 3ാമത്തെ ലൈൻ ഒന്ന് പറയാമോ? ആകാശോ മക്കൾ പാടിക്കൊണ്ടിരുന്ന കോട്ടുപാടുന്ന പോലെ അങ്ങനെ അല്ലത്. ആകാശം 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 ആകാശമല്ല ആകാശം. ആകാശം അത് സ്ഫുടമായിട്ട് മോള് ആകാശത്തുനിന്ന് പാടുന്നുണ്ട്. അത് തെറ്റാണ്. ആകാശം ആകാശം അല്ല, മോക്ക് തുടക്കത്തിലെ ഈ ഷാ ഷാ സാ റാ അതൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട്. അത് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ശരിയാക്കിക്കൊള്ളണം മോളെ കേട്ടോ. അമ്പോറ്റി അതെന്താണത്? അതൊന്ന് പാടാമോ? അതല്ല, അമ്പോറ്റി അത്ര ശരിയായതുമില്ല മോളെ തുടക്കം അനുപല്ലവിയുടെ. അമ്പോറ്റി അമ്പാടി എന്നൊക്കെ പറയുന്നോ? തമിഴില് ഏൻ എന്ന് ചോദിക്കാറില്ലേ? ഏ എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് തമിഴ്. മോളെ ചേർത്ത് പാടിയേ. അതെപ്പോഴും അത് നോക്കിയാൽ മതി. അത് ഓടായിട്ട് തോന്നാതിരുന്നാ മതി മോളെ. അമ്പോറ്റിയേ എന്നാക്കുമ്പോ അത് വൃത്തികേടാത്. അതുകൊണ്ടാ കേട്ടാ. അത്രേ ഉള്ളു, വേറെ ഒന്നും കുഴപ്പമില്ല. ബാക്കിയൊക്കെ നല്ല ചില ഏരിയ ഒക്കെ ഇല്ല മണ്ണി 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 പോലെ പാടി. സൂപ്പർ. നക്ഷത്രക്കുട്ടി നല്ല സെലക്ഷൻ, ബ്യൂട്ടിഫുൾ സെലക്ഷൻ കേട്ടാ. അസലായിട്ട് പാടുകയും ചെയ്തു. എനിക്കും തോന്നിയത് ആകാശ എന്നാ പാടിയിരുന്നല്ലേ. ആകാശത്തൂഞ്ഞാൽ ആകാശത്തൂഞ്ഞാലാടു നീ. ആകാശം ആകാശമല്ല ആകാശം ആകാശം. ഓക്കെ, ശം. അതെ, ആകാശം. സ്റ്റാർ മോളെ, എന്തോ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ കൈതപ്രം സാറിൻ്റെയും രമേശ് നാരായണൻ മാഷിൻ്റെയും ഒരു നല്ല കൂട്ടുകെട്ട്. അതായത് സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ, സ്വർണം ലിറിക്സ് ആണെങ്കിൽ അതിനൊരു സുഗന്ധം പോലെ ആ ട്യൂൺ എന്ത് രസമായിട്ടത് നല്ല അങ്ങ് യോജിച്ച് ആ സമ്മേളനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. മോള് നന്നായിട്ട് പാടി. എന്താണ് അതിൻ്റെ ഒരു ഇമോഷൻ നന്നായിട്ട് ഉൾക്കൊണ്ട്, ആത്മാവിൽ ഉൾക്കൊണ്ട് മക്കൾ പാടിയിട്ടുണ്ടത്. മോളുടെ ശബ്ദം നല്ല കിള്ളി ശബ്ദമാണ് കേട്ടോ. ഒക്കെ ഇങ്ങനത്തെ പാട്ടുകൾ നല്ലതായിട്ട് ചേരുന്ന ഒരു ശബ്ദം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊണ്ടുപല്ലവി, ഫസ്റ്റ് ചരണം കഴിഞ്ഞ് പാടിയ പല്ലവി അസലായിരുന്നു. കേട്ടു നോക്കോളൂ കേട്ടോ. എല്ലാം നന്നായിരുന്നു, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സൂപ്പറായി മോളെ. ഗോഡ് ബ്ലെസ് യു. സോ വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്തു 100 വേണോ 99 വേണോ. ലാസ്റ്റിൽ അവിടെ ഒരു ചെറിയ ഇത് പോയില്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാ. പണ്ടൊക്കെ ഒരു 3-4 ഒക്കെ എന്തെങ്കിലുമൊക്കെ പോയിരുന്നെങ്കിൽ പ്രൊമോഷണൽ തന്നിരുന്നു. സ്ട്രിക്റ്റ് ആയി നമ്മള്. ഇപ്പൊ സ്ട്രിക്റ്റ് ആയിക്കൊണ്ട് വരുന്നു, ഇനിയും സ്ട്രിക്റ്റ് ആവും. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 99 out of 100. ആടി ഒരു മക്കൾ പൂക്കുറ്റി. ഓൾ ദ ബെസ്റ്റ്.
കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂര് വരവേൽക്കാനായി. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂര് വരവേൽക്കാനായി. ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ, ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ, ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായോ. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂര് വരവേൽക്കാനായി. വീരാളി പട്ടുഞ്ഞൊറിഞ്ഞത് മൂവന്തി ചെമ്മുകിലോ, മുക്കുറ്റി ചാന്തു ചാർത്തും മോഹങ്ങളോ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ആനയും അമ്പാരിയും കൊണ്ടുവായോ. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂര് വരവേൽക്കാനായി. ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ, ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായോ. ഏലേലം തോണിയെടുത്തത് പൂക്കൈത തീരത്തോ, ഉൾക്കണ്ണിൽ പ്രേമം പൂക്കും ഗ്രാമത്തിലോ. തോണിയെടുത്തത് പൂക്കൈത തീരത്തോ, ഉൾക്കണ്ണിൽ പ്രേമം പൂക്കും ഗ്രാമത്തിലോ. ചിത്തിരപ്പല്ലക്കിൽ മുത്തണിശയിൽ, ആർപ്പും കുരവയുമായി കൊണ്ടുപോകും, ആർപ്പും കുരവയുമായി കൊണ്ടുപോകും. കതിരോല പന്തലൊരുക്കി പടകാളി മുറ്റമൊരുക്കി മാളൂര് വരവേൽക്കാനായി. ഉടവാളിൻ തുമ്പത്ത് കുടമുല്ലപ്പൂവിരിയുന്നേ, ഇടനെഞ്ചിലെ അങ്കപ്പാട്ടിൻ്റെ ഈണം നാടാകെ പാടാൻ വായോ. നാടാകെ പാടാൻ വായോ. നാടാകെ പാടാൻ വായോ. അപ്പൊ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനൽസ് ഇങ്ങനെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.